കുറെ നാളുകൾക്ക് ശേഷമാണ് ഒരു നെക്ലിപ്പ് വീഡിയോയുമായിട്ട് യൂട്യൂബിലേക്ക് വരുന്നത്. ഇന്ന് ഈ ഓവർ ആക്ഷനുമായി പോകുന്നത് കോട്ടയത്തേക്കാണ്. കൂടെ ഒരാളുണ്ടേ, പക്ഷെ ആളെ കാണിക്കാൻ താല്പര്യപ്പെടുന്നില്ല. തിങ്കൾ മുതൽ ശനി വരെ ജോലിക്ക് പോയി കഷ്ടപ്പെടുന്ന അവൾ അത് കിട്ടിയൊരു ഞായറാഴ്ച എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ കാണിച്ച വലിയ മനസ്സിന് ഞാൻ നന്ദി പറയുന്നു. ബസ്സിൽ കയറി ഞെളിഞ്ഞിരുന്ന് പോകാൻ സീറ്റിലായതുകൊണ്ട് പെട്ടിപ്പോഴാണ് പോയിരുന്നത്. ആസ് യൂഷ്വൽ എല്ലാ കോട്ടയങ്ങരെ പോലെ ഞാനും അവളും ലുലുമാലിലേക്ക് തന്നെ പോവുകയാണ്. സത്യം പറഞ്ഞാൽ എന്നാ വാങ്ങാനാണ് എന്നാത്തിനാകുമോ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എൻ്റെ മുന്നിൽ പോയ ആൾക്കാരുടെ പുറകെ അങ്ങ് വെച്ച് പിടിച്ചു. എസ്കലേറ്റർ കണ്ടാൽ എനിക്ക് പ്രാന്താണ്. ലിഫ്റ്റ് ഉണ്ടായിട്ടും ലിഫ്റ്റ് കയറാത്തതിൻ്റെ മെയിൻ കാര്യം എനിക്ക് തല കാണുന്നു. ഏറ്റവും ഫ്രണ്ടിൽ ചെന്നാലും ചെന്നല്ലി വീഴണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവളെ ചെന്നപ്പോൾ പിടിച്ചു തന്നു. ഇന്ന് തന്നെയാണ് ഇത്രയും തിരക്ക്. ഇന്ന് മാത്രം ഇത്രയധികം കാറുകൾ വന്നതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായില്ല. ഞാനും അവളും കൂടെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐസ്ക്രീംസ് കഴിച്ചു. പിന്നെ എന്നായാലും വന്നതല്ലേ നോത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ബ്രൗണീസും കേക്കും സാലഡ് മാക്രോണിയും ഒക്കെ ഞാൻ എടുത്തു. അവളെന്തോ പച്ചക്കറി എറിഞ്ഞെന്തോ സാധനം പാത്രത്തിൽ താക്കുന്നുണ്ടായിരുന്നു. എന്തോ ആണെന്നൊന്നും എനിക്കറിയത്തില്ല. ഒരു വർഷത്തേക്ക് ഷുഗർ പിടിക്കാനുള്ള എല്ലാ സാധനവും ഞാൻ എടുത്തിട്ടുണ്ട്. സത്യത്തിൽ ഇവളെന്നെ ഈ കോരിയിടുന്നത് പോലെ എനിക്ക് അറിഞ്ഞോളൂ കേട്ടോ. ഒരാവേശത്തിന് ഈ മധുരം പിടിച്ച സാധനങ്ങളെല്ലാം എടുത്തെങ്കിലും ഇതെല്ലാം തിന്നു തീർക്കുന്ന എങ്ങനെയാണെന്നായിരുന്നു എൻ്റെ ചിന്ത. അധിക സമയം മാളിൽ സ്പെൻഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചില്ല. പിന്നീടുള്ള സമയം മുനിസിപ്പൽ പാർക്കിന് വിട്ടുകൊടുക്കാൻ എൻ്റെ ഇല്ലാത്ത ബുദ്ധിയിൽ എനിക്ക് ഒരു ഐഡിയ തോന്നി. ഒരു 10 രൂപ പോലും നടക്കാൻ താല്പര്യമില്ലാത്ത ഞാൻ വേഗം തന്നെ ഒരു ഓട്ടോ വിളിച്ച് മുനിസിപ്പൽ പാർക്കിലേക്ക്. അങ്ങനെ പാർക്കിൽ പോയി ഫുൾ ഷോ ഇട്ട് ഇൻസ്റ്റാഗ്രാം ഭരിക്കാനുള്ള ഫോട്ടോയും വീഡിയോ എല്ലാം എടുത്തു. സത്യം പറഞ്ഞാൽ പാർക്കിന്റെ ഓരോ മൂലയിലും ഓരോ ആൾക്കാരിന് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനും അവളും കൂടെ വെളിവില്ലാത്ത എന്തൊക്കെയോ വീഡിയോകളും എടുത്തു ഫോട്ടോകളും എടുത്തു. അങ്ങനെ ഞങ്ങളുടെ സമയം മുതലാക്കി. സത്യം പറഞ്ഞാൽ പാർക്കല്ലേ, എല്ലാവർക്കും അവരുടേതായ സന്തോഷങ്ങളും സ്വാതന്ത്ര്യവും ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ആരും ഡിസ്റ്റർബ് ചെയ്യാതെ ഞാനും അവളും കൂടെ ഒരു സ്ഥലത്ത് മാറിയിരുന്നു വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തു. ഇത്രയും സമയം ആയതുകൊണ്ട് തന്നെ വീട്ടിൽ ചെന്ന വഴക്ക് കിട്ടുള്ളൂ നിർത്ത് ഞാൻ എൻ്റെ പാട്ടിന് പോയി. പോകുന്ന വഴിക്ക് എനിക്ക് വല്ലാതെ വിഷണതുകൊണ്ട് ഏതോ ഒരു കടയിൽ കയറി എന്തൊക്കെയോ കഴിച്ചു. എന്താണെന്നും അറിയത്തില്ല. ഞാൻ ഫ്രൈഡ് മൊമോസാണ് വാങ്ങിയത്. എൻ്റെ പാത്രത്തിലൊന്നുമില്ല. കാര്യക്കൂട്ട് വന്നപ്പോൾ ഞാൻ തട്ടി ഏറ്റവും എൻ്റെ വിശപ്പെടാഞ്ഞതുകൊണ്ട് ഞാൻ അവരുടെ പാത്രത്തിലൊന്നും കയറ്റുവാരി. തിരിച്ച് വീട്ടിലേക്ക് പോരുന്ന വഴി മുഴുവൻ എൻ്റെ മനസ്സിൽ ഇത്രയും രാത്രി ഇനി വീട്ടിൽ ചെന്ന് എന്തു പറയുമെന്നായിരുന്നു.